പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 15 ശനി. പ്രധാന വാർത്തകൾ. കേരളം സ്കൂൾ അവധിക്കാലത്തേക്ക് കടക്കുകയാണ്. മാർച്ച് അവസാന വാരത്തോടെ കേരള CBSE സിലബസുകളിൽ സ്കൂളുകൾ അടച്ചു തുടങ്ങും. തുടർന്നുള്ള ദിവസങ്ങളിൽ ബോർഡ് പരീക്ഷകളും അവസാനിക്കും. ഈ സമയം ഗൾഫ് നാടുകളിലേക്ക് കുടുംബങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള ഒരുക്കത്തിലാണ് പ്രവാസികൾ. ഒമാനിൽ നിന്നുൾപ്പെടെ ഉംറ തീർത്ഥാടനത്തിന് പുറപ്പെടുകയെന്ന ലക്ഷ്യത്തോടെ കുടുംബങ്ങളെ കൊണ്ടുവരുന്നതും നിരവധിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരമൊരു ട്രെൻഡും പ്രവാസികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി കാരണങ്ങളാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. നാടിനെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ ഒമാനിൽ നിന്ന് ഉംറ സൗകര്യം ഒരുക്കുന്നുവെന്നതാണ് ഇതിൽ പ്രധാനം. വിസിറ്റ് വിസയിൽ വരുന്നവർക്കും ഒമാനിൽ നിന്ന് ബസ് മാർഗവും വിമാനമാർഗവും ഉംറയ്ക്ക് പോകാൻ സാധിക്കും. മാതാപിതാക്കൾ അടക്കമുള്ളവരെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി ഉംറയ്ക്ക് കൊണ്ടുപോകുന്നവരും പ്രവാസികളിലുണ്ട്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വാഹനങ്ങളുമായി റോഡിൽ സാഹസിക പ്രകടനം നടത്തിയ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനവും പോലീസ് കമാൻഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ശല്യമാവുന്ന ഹോണുകൾ, അപകടകരമാകുന്ന രീതിയിൽ വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിലാണ് ഇവർ അറസ്റ്റിലായത്. അപകടമുണ്ടാക്കുന്ന തരത്തിൽ സാഹസിക പ്രകടനത്തിൽ ഏർപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. മാർച്ച് 17 തിങ്കളാഴ്ച മുതൽ 2 ദിവസം ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം രാജ്യത്ത് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് സജീവമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബുറൈമി, വടക്കൻ ബാത്തിന, ദാഹിറ, ദാഖ്ലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഗവർണറേറ്റുകളെ ഇത് ബാധിക്കും. മരുഭൂമികളിലും തുറസായ പ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് തിരശ്ചീന ദൃശ്യപരത കുറയ്ക്കുമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ താപനിലയിലും പ്രകടമായ ഇടിവുണ്ടാകും. റംസാൻ 15-ാം രാവിലെ ബാല്യകൗമാര ആഘോഷമായ ഖറൻ കാഷൂഹ് വ്യത്യസ്തമാക്കി ഒമാനും. ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് കുട്ടികളിൽ അണിനിരന്നത്. ഖറൻ കാഷൂഹ് ആഘോഷത്തിന് ഓരോ പ്രദേശങ്ങളിലും നൂറുകണക്കിന് കുട്ടികൾ എത്തി. കുട്ടികൾക്ക് ഒരുക്കിയ കിറ്റുകൾ സമ്മാനിച്ചു. റംസാൻ പകുതിയിലേക്ക് പ്രവേശിച്ചെന്ന സന്ദേശം നൽകി ചെറുസംഘമായി കുട്ടികൾ കുടുംബങ്ങളെയും അയൽവാസികളെയും സന്ദർശിച്ച് കല്ലുകൊണ്ട് മുട്ടിപ്പാടുന്ന ആഘോഷമാണ് ഖറൻ കാഷൂഹ്. മസ്ത്ര, മസ്കത്ത്, റൂബി, ദാർസൈത്ത്, ബർക്ക, ഗുറിയാത്ത്, സമായിൽ, നിസ്വ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു. യുവാക്കളുടെ നേതൃത്വത്തിൽ വാദ്യങ്ങളുടെ അകമ്പടിയോടെ കവിത പാടി വീടുകളിലെത്തി സമ്മാനങ്ങൾ സ്വീകരിച്ചു. സ്വദേശികൾ കൂടുതലായുള്ള പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് ആഘോഷം കൂടുതൽ പൊലിമ നിറഞ്ഞത്. സർക്കാർ തലത്തിലും സ്വകാര്യ കമ്പനികളിലും മാളുകളും ഉൾപ്പെടെ ഖറൻ കാഷൂഹിന് വേദിയൊരുക്കിയിരുന്നു. റോഡുകൾ, തുറമുഖങ്ങൾ, സമുദ്ര സേവനങ്ങൾ എന്നീ മേഖലകളിൽ നവീകരണത്തിന് 3 തന്ത്രപരമായ കരാറുകളിൽ ഒപ്പുവെച്ച് ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും തുറമുഖങ്ങളുടെയും സമുദ്ര സേവനങ്ങളുടെയും വികസനം ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാറുകൾ. ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക വിദ്യ മന്ത്രി എൻജിനീയർ സയീദ് ഹമൂദ് അൽ മവാലിയാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. വരുന്ന ഖരീഫ് സീസണിൽ ധോഫാർ ഗവർണറേറ്റിൽ വിനോദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച് അറിയിപ്പ് പുറപ്പെടുവിച്ച് നഗരസഭ. ഇലക്ട്രിക്, ഇൻഫ്ലാറ്റബിൾ സവാരികൾ, കുതിര, ഒട്ടകസവാരി, വാടക സേവനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ വിനോദ പ്രവർത്തനങ്ങൾക്കും ഉചിതമായ പെർമിറ്റുകൾ ആവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്വകാര്യ ഭൂമിയിലോ വാടകയ്ക്കെടുത്ത സ്ഥലങ്ങളിലോ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലോ ഉള്ള ഏതുതരം പ്രവൃത്തികൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ധോഫാർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ആവശ്യമായ അംഗീകാരങ്ങളും പെർമിറ്റുകളും നേടിയിരിക്കണം. ബുറൈമി ഗവർണറേറ്റിൽ ബാങ്കുകളിൽ നിന്നും പണവുമായി ഇറങ്ങുന്നവരെ പിന്തുടർന്ന് പണം അപഹരിക്കുന്ന സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു.
3 വിദേശികളെയാണ് പിടികൂടിയത്. ബാങ്കിൽ നിന്നും പണം പിൻവലിച്ച് ഇറങ്ങുന്നവരെ പിന്തുടരുകയും പിന്നീട് വാഹനത്തിൽ നിന്ന് പ്രലോഭിപ്പിച്ച് ഇറക്കിവിട്ട് മോഷണം നടത്തുകയുമായിരുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആർഒപി സ്ഥിരീകരിച്ചു. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കാർ പാർക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് തകർത്ത് പണം അപഹരിക്കുന്നവരും ഇവരുടെ രീതിയാണ്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നും മോഷണം നടത്തിയാണ് സംഘം ഒടുവിൽ പിടിയിലായത്. സമാന സംഭവങ്ങൾ തുടർക്കഥ ആയതോടെ ബാങ്ക് ഉപയോക്താക്കളായ സ്വദേശികൾക്കും വിദേശികൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ. പണം സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും ഇത്തരം സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവരെ ഇവരുടെ കവർച്ചയ്ക്ക് ഇരയാക്കുന്നവരോ ഉടൻ വിവരം കൈമാറണമെന്നും ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മസ്കത്തിൽ നടന്ന ഒമാൻ സുഡാൻ സൗഹൃദ മത്സരം സമനിലയിൽ പിരിഞ്ഞു. ബൗഷർ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന കളിയിൽ ഇരു ടീമുകളും ഗോളൊന്നും നേടിയില്ല. ഒമാന്റെയും സുഡാന്റെയും കരുത്തും ദൗർബല്യവും നിഴലിച്ചതായിരുന്നു മത്സരം. പരിശീലകർക്ക് ടീമിന്റെയും താരങ്ങളുടെ പ്രകടനത്തിന്റെയും കൃത്യമായി വിലയിരുത്താൻ മത്സരം സഹായകമായി. സൗഹൃദ മത്സരം ആയതിനാൽ തന്നെ ഒമാൻ നിരയിലും സുഡാൻ നിരയിലും നിരവധി താരങ്ങൾ കളിയുടെ ഇരുപാദങ്ങളിലുമായി കളത്തിലിറങ്ങി. യുവതാരങ്ങൾക്ക് ഉൾപ്പെടെ ഒമാൻ പരിശീലകൻ റഷീദ് ജാബിർ അവസരം നൽകിയിരുന്നു. സമൂഹ നോമ്പുതുറകളും ഇഫ്താർ സംഗമങ്ങളും വളരെ വിപുലമായി സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ചെറുസംഘങ്ങൾ പാർക്കുകളിലും തുറസായ സ്ഥലങ്ങളിലും ഇഫ്താർ കൂട്ടമൊരുക്കി നോമ്പുതുറ ആഘോഷമാക്കുന്നതാണ് ഇത്തവണ റംസാൻ കാലത്തെ വിശേഷമാക്കുന്നത്. സംഘടനകളും കൂട്ടായ്മകളും സ്ഥാപനങ്ങളും നടത്തുന്ന ഇഫ്താറുകൾ വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തുന്നതാണെങ്കിലും ചെറിയ സംഘങ്ങൾ നടത്തുന്ന ഇഫ്താർ കൂട്ടങ്ങളാണ് ട്രെൻഡ്. നാട്ടുകൂട്ടം, തൊഴിൽക്കൂട്ടം, കളിക്കൂട്ടം, വാട്സ്ആപ്പ് കൂട്ടം, ഫ്ലാറ്റ് കൂട്ടം എന്നിങ്ങനെ പ്രതിദിനം നമ്മൾ ഇടപെടുന്ന ചെറിയ സംഘങ്ങൾ ഒത്തുചേർന്ന് നടത്തുന്ന ഇഫ്താർ സംഘങ്ങളെ ഇപ്പോൾ പാർക്കുകളിൽ സജീവമായി കാണാം. ചെറുസംഘങ്ങൾ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഇഫ്താർ സന്തോഷം പങ്കുവയ്ക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.